കഴിഞ്ഞ വീഡിയോയിൽ ബട്ടർഫ്ലൈ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ KTU ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ 8-point DFT ഓഫ് ഫോളോയിങ് സീക്വൻസ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു ഒരു ബ്രാക്കറ്റിനകത്തായിട്ട് 8 നമ്പർ തന്നിട്ടുണ്ട്. യൂസിങ് റാഡിക്സ് ടു DIT FFT അൽഗോരിതം. ഇങ്ങനെയാണ് KTU ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ 2024 DSP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ 8-point DFT ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. DFT എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. എക്സ് ഓഫ് എൻ സ്മോൾ ലെറ്റർ എക്സ് ഓഫ് എൻ ആണ്. ഒരു സെറ്റ് വന്നിട്ടുണ്ട്. റാഡിക്സ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റാഡിക്സ് 2 DIT, ശ്രദ്ധിക്കുക, DIT ഡെസിമേഷൻ ഇൻ ടൈം FFT, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം നേരത്തെ വരച്ചു. പാർട്ട് 1 കാണാത്തവര് അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ആദ്യമേ നോക്കേണ്ടത് 8-point DFT ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീക്വൻസ് വന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇതാണ്, ഇതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. പിന്നെ യൂസിങ് റാഡിക്സ് ടു DIT ഏതാണ്, DIT ആണോ DIF ആണോ എന്ന് നോക്കണം. നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് DITയും DIFും ആണ്. അതായത് ഡെസിമേഷൻ ഇൻ ടൈമും ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെസിമേഷൻ ഇൻ ടൈം ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെസിമേഷൻ ഇൻ ടൈം ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി തമ്മിൽ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഓഫ് n താഴെ എടുത്ത് എഴുതണം. എക്സ് ഓഫ് n നമ്മൾ താഴെ എടുത്ത് എഴുതണം. എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു 2 2 2 2 1 1 1 1. അത് നമ്മൾ താഴത്തോട്ട് എഴുതി. ഇനി ഈ സ്റ്റാർട്ടിങ്ങിലെ 2 എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? എക്സ് ഓഫ് 1. ഇതെന്തായിരിക്കും? എക്സ് ഓഫ് 2. ഇതെന്തായിരിക്കും? എക്സ് ഓഫ് 3. ഇതെന്തായിരിക്കും? എക്സ് ഓഫ് 4. അങ്ങനെ അവസാനത്തെ വരുന്നത് എക്സ് ഓഫ് 7 ആയിരിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോണത് 8-point DFT ആണ്. 8-point DFT എന്ന് പറയുമ്പോൾ 8 നമ്പർ കാണും ഇതിൻ്റെ അകത്ത്. ഈ ഒരു സെറ്റ് എക്സ് ഓഫ് എൻ്റെ സ്മോൾ എക്സ് ഓഫ് എൻ്റെ സെറ്റിൻ്റെ അകത്ത് 8 നമ്പേഴ്സ് കാണും. 1 2 3 4 5 6 7 8. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 ആണ്. എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, എക്സ് 5, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7. ഓക്കെ, 8 എണ്ണം കാണും. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി അടുത്ത ചെയ്യാനുള്ളത് DIT ഡെസിമേഷൻ ഇൻ ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡെസിമേഷൻ ഇൻ ടൈം, അതാണ് ഡെസിമേഷൻ ഇൻ ടൈം ആണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വരച്ച ബട്ടർഫ്ലൈ ഡയഗ്രാം എടുക്കുക. നമ്മൾ നേരത്തെ ഞാൻ പാർട്ട് 1 തന്നെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതായത് എക്സ് ഓഫ് n ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8 പോയിന്റ് ഉണ്ട്. കണ്ടോ, ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഈ 8 വാല്യൂസ് ആണ് ഈ 8 പോയിന്റിലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേജിൽ. ഫസ്റ്റ് സ്റ്റേജാണ് ഇൻപുട്ട് സ്റ്റേജ്. അതായത് ഇവിടെയാണ് നമ്മൾ എക്സ് ഓഫ് n കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട് എക്സ് ഓഫ് n കൊടുക്കുന്നത് ഇവിടെയാണ്. ഔട്ട്പുട്ടിലാണ് നമുക്ക് എക്സ് ഓഫ് കെ കിട്ടുന്നത്. ഓക്കെ, എക്സ് ഓഫ് കെ. അപ്പോ ഇതെങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് DIT ആണ്. DIT. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് DIT ആണ്. DIT എന്ന് പറയുമ്പോൾ ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ബിറ്റ് റിവേഴ്സൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട്. 0 0 0 എന്ന് പറയുന്നത് 0 ആണ്. 0 0 1 എന്ന് പറയുന്നത് 1 ആണ്. 0
1 0 എന്ന് പറയുന്നത് 2 ആണ്. 0 1 1 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ 1 0 0 എന്ന് പറയുന്നത് 4 ആണ്. 1 0 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ 1 0 1 കഴിഞ്ഞാൽ 1 1 0 6 ആണ്. ഇനി 1 1 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാകണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ബിറ്റ് റിവേഴ്സൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതിയതിനെ ബിറ്റ് റിവേഴ്സൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ എഴുതിയത് ലെഫ്റ്റിൽ റൈറ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇതിന്റെ ബിറ്റ് റിവേഴ്സൽ ഓർഡർ എങ്ങനെ വരും? ഇതിപ്പോൾ നോർമൽ ഓർഡറാണ്. നോർമൽ ഓർഡറാണിത്. ഇത് നോർമൽ ഓർഡറാണ്. ഇനി ബിറ്റ് റിവേഴ്സൽ ഓർഡർ നോക്കാം. ബിറ്റ് റിവേഴ്സൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിനെ തിരിച്ചെഴുതാം. എന്ന് പറയുമ്പോൾ 0 0 0 0 0 തിരിച്ചെഴുതിയാൽ 0 തന്നെയാണ്. ഇനി അടുത്തത് 1 0 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അടുത്ത എത്രയാണ്? 0 1 0 അത് 2 ആണ്. അടുത്ത എത്രയാണ്? 1 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 1 തിരിച്ചെഴുതി കഴിഞ്ഞാൽ എത്രയാണ്? 7 തന്നെയാണ്. അപ്പൊ ഇതാണ് ബിറ്റ് റിവേഴ്സൽ ഓർഡർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്നത് DIT ആണോ DIF ആണോ നോക്കുക. DIT ആണെങ്കിൽ നമ്മൾ നോർമൽ ഓർഡറിന്റെ ബിറ്റ് റിവേഴ്സൽ ഓർഡറിലാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് x of 0 ആണ്. x of 0. അപ്പൊ അടുത്തത് x of 4 0 4 2 6 x of 6 x of 1 x of 5 x of 3 x of 7. ഓക്കെ, x of 0 എത്രയാണെന്ന് നോക്കുക. x of 0 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 2. ആ 2 എടുത്ത് ഇവിടെ കൊടുക്കുക. അപ്പൊ അടുത്ത പോയിന്റിലെ വാല്യൂ എന്തായിരിക്കും? x of 4ന്റെ വാല്യൂ. x of 4ന്റെ വാല്യൂ എത്രയാണ്? 4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഇത്ര ആയപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേഷൻസ് ആണ്. ഇനി ഒരു ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിൽ പറയാം കാൽക്കുലേഷൻസുമായിട്ട്. ഓക്കെ, ശരി.